നമ്മൾ സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങൾ പറയാനാണ് ഇംഗ്ലീഷ് ഡൂം ഡസും ഒക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിൻ്റെ യൂസേജിൽ എവിടെയാണ് ഈ ഡസ് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഡു യൂസ് ചെയ്യേണ്ടത്, ഇത് ഒഴിവാക്കി എങ്ങനെ സെൻറ്റൻസ് എഴുതാം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് അല്ലേ? ഇന്നത്തെ ക്ലാസ് ഈ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ നമുക്ക് ആദ്യമേ ഒരു സെൻറ്റൻസ് നോക്കാം. ഐ ഡാഷ് ഹാർഡ്. ഇവിടെ വർക്ക് ആണ് നമ്മൾ ആക്ഷനായിട്ട് യൂസ് ചെയ്യേണ്ടത്. സബ്ജക്റ്റ് വരുന്നത് ഐ ആണ്. അതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ വളരെ നല്ല രീതിയിൽ അധ്വാനിക്കുന്നത്, വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കാറുണ്ട് എന്നാണ് ഇവിടെ പറയേണ്ടത്. സോ ഞാൻ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഐ ഡു ആണ്. പക്ഷെ ഇവിടെ പ്രത്യേകമായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ. സോ ഇൻ ദാറ്റ് കേസ് നമ്മൾ ഐ ഡു മാത്രം എഴുതിയാൽ പോരാ. ഐ ഡു പ്ലസ് എന്താണ് ചെയ്യുന്നത്, ഇവിടെ വർക്കാണ്, ഒന്നിച്ച് വേണം എഴുതാൻ. സോ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരിക. പക്ഷെ നമ്മൾ പറയുമ്പോഴും എഴുതുമ്പോഴും നമ്മൾ ഇങ്ങനെ എടുത്ത് ഐ ഡു വർക്ക് എന്ന് പറയേണ്ട കാര്യമില്ല. ഇൻസ്റ്റെഡ് ഇതിനെ രണ്ടിനെയും കൂടി ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് വർക്ക് എന്ന് മാത്രം എഴുതിയാൽ മതിയായിരിക്കും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐയുടെ കൂടെ എപ്പോഴും നമ്മൾ ഡു ആണ് ചേർക്കാറുള്ളത്. ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പം ഐ ഡുവേ വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഞാൻ വർക്ക് ചെയ്യാറുണ്ട് എന്ന് വരണമെങ്കിൽ ഐ വർക്ക് എന്ന് പറഞ്ഞാൽ മതിയാകും. സോ ഐ വർക്ക് ഹാർഡ് എന്നാണ് ഈ സെന്റൻസ് വരിക. ഓക്കെ, അപ്പം ഇതിൽ തന്നെ നെഗറ്റീവിന്റെ കാര്യത്തിലും പലർക്കും സംശയം ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ വർക്ക് ചെയ്യാറില്ല എന്നാണെങ്കിൽ എങ്ങനെ പറയും? അത് നമ്മൾ നോർമൽ പഠിച്ചതുപോലെ തന്നെ ഞാൻ ചെയ്യാറില്ല എന്നെങ്ങനെയാണ്? ഐ ഡോണ്ട്. എന്ത് ചെയ്യാറില്ല എന്നാണ്? ഇവിടെ വർക്ക് ചെയ്യാറില്ല എന്നാണ്. ഐ ഡോണ്ട് വർക്ക് ഹാർഡ് എന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ നെഗറ്റീവ് ആക്കുമ്പോൾ നമ്മൾ ചെയ്യാറില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ ഈ ഡോണ്ട് ഇങ്ങനെ തന്നെ ഇവിടെ എഴുതണം. ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കിക്കേ. രാജ് ഡാഷ് ബ്രെഡ് ആൻഡ് ബട്ടർ ബിഫോർ ഗോയിങ് ടു സ്കൂൾ. ഇവിടെ ഈറ്റ് ആണ് ആക്ഷൻ വന്നിരിക്കുന്നത്. രാജ് ബ്രെഡ് ആൻഡ് ബട്ടർ കഴിക്കാറുണ്ട്, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ബ്രെഡ് ആൻഡ് ബട്ടർ കഴിക്കാറുണ്ട് എന്നാണ് നമുക്ക് എഴുതേണ്ടത്. സോ രാജ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എത്ര പേരുണ്ട്? രാജ് ഒരാളേ ഉള്ളൂ അല്ലേ. രാജ് ഒരു കാര്യം ചെയ്യാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാഹുലിനെയായിരുന്നു എക്സാമ്പിൾ എടുത്തത്. രാഹുൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ രാജ് ചെയ്യാറുണ്ട് എന്ന് വരുമ്പോൾ രാജ് ഡസ് എന്നാണ് വരേണ്ടത്, ഡു അല്ല ഡസ്. കാരണം ഇതൊരു സബ്ജക്റ്റ് ആണ്, ഒരേ ഒരാളാണുള്ളത് അല്ലേ. സോ രാജ് ഡസ്. എന്താണ് ആക്ഷൻ? ഈറ്റ്. അപ്പൊ ഈ ഡസും ഈറ്റും കൂടി നമ്മൾ ഒന്നിച്ച് എഴുതി. സോ ഡസ് ഈറ്റ് ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. ഇൻസ്റ്റെഡ് ഒന്നിച്ച് ഈറ്റ്സ്. ഈ എസ് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, സോ രാജ് ഈറ്റ്സ്. അപ്പൊ സെന്റൻസ് ഇങ്ങനെ വരും. രാജ് ഈറ്റ്സ് ബ്രെഡ് ആൻഡ് ബട്ടർ ബിഫോർ ഗോയിങ് ടു സ്കൂൾ. ഇനി ഇതിന്റെ തന്നെ നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിലോ, അതായത് രാജ് അത് കഴിക്കാറില്ല എന്നാണെങ്കിലോ, രാജ് ചെയ്യാറില്ല എന്നുള്ളത് രാജ് ഡസൻറ്റ് എന്ന് വരും. എന്താണ് ചെയ്യാറില്ലാത്തത്? കഴിക്കുക. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഇനി എസ് ഇടണ്ട, കാരണം ആ എസ് ഇവിടെ ഓൾറെഡി നമ്മൾ എഴുതി അല്ലേ. അത് പറയുകയും എഴുതുകയും ചെയ്യുന്ന സമയത്ത് ഈ ഡസൻറ്റ് അങ്ങനെ തന്നെ പറയുകയും ചെയ്യണം കേട്ടോ. സോ രാജ് ഡസൻറ്റ് ഈറ്റ്. പിന്നെ ബാലൻസ് ഓഫ് ദി സെന്റൻസ്. സോ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. യു ഓൾവേസ് ഡാഷ് ദ കീസ്. നീ കീസ് മറക്കാറുണ്ട് എന്നാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ആക്ഷൻ ഇവിടെ കിടക്കുന്നത് ഫൊഗെറ്റ് ആണ്. ഈ ഫൊഗെറ്റിന്റെ ഏത് രൂപമാണ് നമ്മൾ എടുക്കേണ്ടത്? ഫൊഗെറ്റ്സ് ആണോ ഫൊഗെറ്റ് ആണോ എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. യു എന്ന് പറയുന്ന സബ്ജക്റ്റ്. നീ ചെയ്യാറുണ്ട്, ചെയ്യാറില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്തത് ഡു ആയിരുന്നോ ഡസ് ആയിരുന്നോ? യെസ്, കറക്റ്റ്. യുവിൻ്റെ കൂടെ ഡു ആണ്. നീ ചെയ്യാറുണ്ട്, നീ ചെയ്യുന്നു ഒക്കെ യു ഡു ആണ്. അപ്പൊ ഇവിടെ ഫൊഗെറ്റ് ആണ് ആക്ഷൻ. ഡു പ്ലസ് ഫൊഗെറ്റ് എന്താകും? ഫൊഗെറ്റ് തന്നെ. So the sentence becomes you always forget the keys. അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. ചില സമയത്ത് നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും നിങ്ങൾ എന്ന് പറയാൻ യു എന്നല്ലേ യൂസ് ചെയ്യുന്നത് എന്ന്. ശരിയാണ്, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും ഒരാളെ ഉള്ളെങ്കിലും നമ്മൾ യു തന്നെയാണ്. അപ്പോഴും കൺഫ്യൂഷൻ വേണ്ട. യുവിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ഡു തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഡസ് യൂസ് ചെയ്യലില്ല. സോ യു ഫൊഗെറ്റ്. യുവിൻ്റെ കൂടെ എന്ത് ആക്ഷൻ വന്നാലും എസ് ഇല്ലാതെ അത് അങ്ങനെ തന്നെ ചെയ്താൽ മതി. നമ്മൾ റെഗുലർ ആയിട്ടുള്ളൊരു കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ്. He dash his mother every day.
എല്ലാ ദിവസവും അവൻ അമ്മയെ വിളിക്കാറുണ്ട്. ഓക്കെ, ഇതാണ് വേണ്ടത്, വിളിക്കുക. കോൾ ആണ് നമ്മളുടെ ആക്ഷൻ വേർഡ് വരുന്നത്. സോ അവൻ എല്ലാ ദിവസവും അമ്മയെ വിളിക്കാറുണ്ട്. റെഗുലർ ആയിട്ട് നടക്കുന്ന ഒരു ആക്ഷൻ ആണ്, അതുകൊണ്ട് ചെയ്യാറുണ്ട് എന്ന് തന്നെയാണ് വരുന്നത്. സോ ഹി, അവൻ ചെയ്യാറുണ്ടെന്ന് വരുമ്പോൾ ഹി ഡസ്. ഹി ഡസ് പ്ലസ് എന്താണ് ആക്ഷൻ? കോൾ. ഡസ് പ്ലസ് കോൾ എന്തായി മാറും? calls. He calls. So the sentence becomes he calls. He calls his mother every day. ഇനി വിളിക്കാറില്ല എന്നാണെങ്കിലോ he doesn't call his mother every day. അവൻ എല്ലാ ദിവസവും വിളിക്കാറില്ല. ഓക്കെ, ഇനി ഈ ഒരു സെന്റൻസ് നോക്കിക്കേ. ഇവിടെ സബ്ജക്റ്റ് വന്നിരിക്കുന്നത് ഷീ ആണ്. ഷീ, ഹി, ഇറ്റ് ഇതെല്ലാം സിംഗുലർ ആണ് അല്ലേ? ഇങ്ങനെയുള്ളതിന്റെ എല്ലാം കൂടി നമ്മൾ ഡസ് തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. ചെയ്യാറുണ്ട്, റെഗുലർ ആക്ഷൻസിനെ പറ്റി പറയുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. ചെയ്യാറുണ്ട്, ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത്. ഓക്കെ, സോ അവൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാറുണ്ട്, രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് എന്നാണ് മീനിങ് വരേണ്ടത്. സോ ഗെറ്റ് ആണ് നമ്മുടെ ഇവിടെ. ഗെറ്റ് അപ്പ് എന്നുള്ള ഒന്നിച്ചുള്ള വാക്കാണ് കേട്ടോ എഴുന്നേൽക്കുക എന്നുള്ളതിന് മീൻ ചെയ്യുന്നത്. സോ നമ്മൾ ഗെറ്റിലാണ് നമുക്ക് ചെറിയൊരു മാറ്റം ഇവിടെ വരുത്തി നമ്മൾ ഈ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് us see. She dash up early every morning. So അവൾ ചെയ്യാറുണ്ട്, she does. അവൾ ചെയ്യാറുണ്ട്, she does. അവൾ എന്താണ് ചെയ്യുന്നത്? get up. ഓക്കെ, she does plus get up. അവിടെ നമ്മൾ സംശയിക്കേണ്ട, ഈ അപ്പ് കഴിഞ്ഞിട്ടല്ല എസ് ഇടേണ്ടത്, ഗെറ്റ് കഴിഞ്ഞിട്ട് തന്നെയാണ്. she gets up എന്നായി മാറുന്നത്. she gets up. So the sentence becomes she gets up early every morning. എല്ലാ ദിവസവും രാവിലെ അവൾ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. ഇറ്റ്സ് എ റെഗുലർ ആക്ഷൻ. ഇനി ഇത് ചെയ്യാറില്ല എന്നാണെങ്കിലോ വെരി സിമ്പിൾ, she doesn't. അത് മറക്കരുത്, ഷീയുടെ കൂടെ doesn't ആണ്. she doesn't get up and the rest of the sentence. Okay, നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്തത് നമുക്ക് സബ്ജക്റ്റ് വന്നിരിക്കുന്നത് ഷീ തന്നെയാണ്. ഷീ ഡാഷ് ടു മ്യൂസിക് ഓൺ ഹെർ വേ ടു വർക്ക്. അവള് ഓഫീസിൽ പോകുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിയിൽ പാട്ട് കേൾക്കാറുണ്ട്. എഗൻ റെഗുലർ ആക്ഷൻ ആണ്. സോ ഇവിടെ ലിസൺ ആണ് ആക്ഷൻ വന്നിരിക്കുന്നത്. അവൾ ചെയ്യാറുണ്ട്. നമ്മൾ ചിന്തിക്കുകയാണ് എങ്ങനെയാണ് ഇത് മാറ്റേണ്ടതെന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. സോ അവൾ ചെയ്യാറുണ്ട് ബിക്കംസ് ഷീ ഡസ്. അവൾ എന്താണ് ചെയ്യുന്നത്? ലിസൺ. സോ ഇത് രണ്ടും കൂടി വരുമ്പോൾ ഷീ ലിസൺസ്. ഷീ ലിസൺസ് ടു മ്യൂസിക് ഓൺ ഹെർ വേ ടു വർക്ക്. ഇനി ഇത് തന്നെ നെഗറ്റീവ് ആണെങ്കിലോ ഷീ ഡസൻറ്റ്, ചെയ്യാറില്ല. ഷീ ഡസൻറ്റ് ലിസൺ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിവിടെ ഓൾറെഡി ഡസൻറ്റ് എഴുതുന്നതുകൊണ്ട് ഇവിടെ ഒരു എസ് വേണ്ട, അത് തെറ്റായി മാറും. ഷീ ഡസൻറ്റ് ലിസൺ എന്ന് തന്നെ മതി കേട്ടോ. മൂവിങ് ഓൺ. അടുത്തത് റിയ. റിയ അഗൈൻ ഒരു പെൺകുട്ടിയുടെ പേരായിരിക്കാം. സിംഗുലർ സബ്ജക്റ്റ് ആണ്. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരാളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഹീ ഷീ ഇറ്റിൻ്റെ കൂടെ ചേർക്കുന്ന ഡസ് തന്നെയാണ് ചെയ്യാറുണ്ട് എന്ന് മീൻ ചെയ്യാൻ ചേർക്കേണ്ടത്. സോ റിയ ചെയ്യാറുണ്ട്. റിയ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് സെൻറ്റൻസിൽ നോക്കാം. റിയ ഡാഷ് വെൽ. അവൾ നന്നായിട്ട് ഡാൻസ് കളിക്കും. ഡാൻസ് ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വേർബ്. റിയ വെൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കേട്ടോ. സോ റിയ നന്നായിട്ട് ഡാൻസ് കളിക്കും എന്നാണ് നമ്മൾക്ക് പറയേണ്ടത്. സോ റിയ ഡസ് പ്ലസ് ഡാൻസ്. റിയ ചെയ്യാറുണ്ട്, റിയ ഡസ് എന്ത് ചെയ്യാറുണ്ട്? റിയ ഡാൻസ് ചെയ്യാറുണ്ട്. സോ ഇറ്റ് ബിക്കംസ് റിയ ഡാൻസസ്. ഇത് രണ്ടോട് ചേർന്നാൽ ഇങ്ങനെയായി മാറും. ഓക്കെ, ഇതുപോലെ റിയ ചെയ്യാറില്ല എന്നാണെങ്കിലോ, ഡാൻസ് ചെയ്യാറില്ല എന്നാണെങ്കിൽ റിയ ചെയ്യാറില്ല എന്ന് മാത്രമാണെങ്കിൽ റിയ ഡസൻറ്റ്. റിയ ഡാൻസ് ചെയ്യാറില്ല എന്ന് വരുമ്പോൾ റിയ ഡസൻറ്റ് ഡാൻസ്. മൂവിങ് ഓൺ. ദേ യൂഷ്വലി ഡാഷ് ഗ്രോസറി ഫ്രം ദിസ് സ്റ്റോർ. ഗ്രോസറി അറിയാലോ, നമ്മുടെ പലചരക്ക്. ഓക്കെ, സ്റ്റോർ ഇവിടെ കട എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദേ യൂഷ്വലി, അവർ സാധാരണയായിട്ട്
ഈ ഒരു കടയിൽ നിന്നാണ് പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാറ് എന്നാണ് നമുക്ക് പറയേണ്ടത്. കാരണം വാങ്ങിക്കുകയാണ് ഇവിടെ തന്നിരിക്കുന്ന വേർബ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് സബ്ജക്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? ദേ. ദേ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ അഡ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോനൗൺ ആണ്. ഓക്കെ, ദേ. ദേ അവർ ചെയ്യാറുണ്ട് എന്നാണ് നമുക്ക് വേണ്ടത്. അവർ ചെയ്യാറുണ്ട്, ദേ ഡു ആണ്. ദേയുടെ കൂടെ ഡസ് അല്ല, തെറ്റിപ്പോകരുത്. ദേ ഡു. അവരെന്ത് ചെയ്യാറുണ്ട്? ബൈ, വാങ്ങാറുണ്ട്. സോ ഡു പ്ലസ് ബൈ എന്തായി മാറും? ബൈ തന്നെ. They buy, they usually buy grocery from this store. ഇനി അവർ ചെയ്യാറില്ല എന്നാണെങ്കിലോ? അവർ ചെയ്യാറില്ല, they don't. അവരെന്ത് ചെയ്യാറില്ല? Buy. They don't buy. So they don't buy grocery from this store. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിളിൽ ഒരു ചെറിയ പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ പുതിയൊരു കാര്യം കൂടി പഠിക്കാൻ പോകണം കേട്ടോ. എമ ഡാഷ് കാർട്ടൂൺസ് എവറി ഡേ. തന്നിരിക്കുന്ന വേർബ് വാച്ച് ആണ്, അതായത് അവൾ ചെയ്യുന്ന ആക്ഷൻ വാച്ച് ആണ്. സോ എമ എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ എമ ചെയ്യാറുള്ള കാര്യമാണ്. സോ എമ ഡസ്. എമ സിംഗുലർ ആണ്, എമ ചെയ്യാറുണ്ട്. എമ ഡസ്. എന്ത് ആക്ഷൻ ആണ് ചെയ്യുന്നത്? വാച്ച്. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഇത് രണ്ടും ക്ലബ് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്ത സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ആ വേർബ് എന്താണോ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ എസ്സും കൂടി ആഡ് ചെയ്തതേ ഉള്ളൂ, അല്ലേ? ഇവിടെ പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഡസ് പ്ലസ് വാച്ച് ബിക്കംസ് വാച്ചസ്. ES ആണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതേസമയം പ്ലേ പ്ലസ് ഡസ് എഴുതിയപ്പം നമ്മൾ പ്ലേസ് ഒരു എസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു വ്യത്യാസം നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഫൈനലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഇവിടെ എമ കാർട്ടൂൺ കാണാറുണ്ട് എന്ന് വരണമെങ്കിൽ എമ വാച്ചസ് വിത്ത് an ES കാർട്ടൂൺസ് എവറി ഡേ. ഇനി എമ കാണാറില്ലെങ്കിലോ? എമ doesn't watch cartoons every day. Alright, moving on. ഇതുപോലെ തന്നെയാണ് അടുത്ത എക്സാമ്പിളും. ഇവിടെ തന്നിരിക്കുന്ന ആക്ഷൻ വാഷ് ആണ്. വരുന്ന സബ്ജക്റ്റ് ലീസ. ഓക്കെ, ലീസ എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. അപ്പൊ ലീസ ചെയ്യാറുണ്ട് എന്ന് വരുമ്പോൾ എങ്ങനെ വരും? ലീസ ഡസ്. ഡസ് പ്ലസ് എന്ത് ആക്ഷൻ ആണ്? വാഷ്. ഇവിടെയും നമ്മൾ ഡസ് പ്ലസ് വാഷ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എസ് മാത്രം ആഡ് ചെയ്താൽ പോരാ, ഇൻസ്റ്റെഡ് ES ആഡ് ചെയ്യണം. സോ ഡസ് പ്ലസ് വാഷ് ബിക്കംസ് വാഷസ്. സോ ലിസ വാഷസ് ഹെർ കാർ ഓൺ വീക്കെൻഡ്സ്. വീക്കെൻഡിൽ അല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച സമയം കിട്ടുമ്പോൾ ലീസ യൂഷ്വലി കാറ് വാഷ് ചെയ്യാറുണ്ട്. അതൊരു റെഗുലർ അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ആക്ഷൻ ആണ്, അല്ലേ? സോ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാറുണ്ട് എന്നുള്ള ശൈലിയിൽ പറയുന്നത്. സോ ലീസ വാഷസ് ഹെർ കാർ ഓൺ വീക്കെൻഡ്സ്. ഇനി ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കും എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം ഒരു ES അല്ലെങ്കിൽ വാച്ചിൻ്റെയും വാഷിൻ്റെയും കൂടെ ES വന്നത് എന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്ത് വാക്ക്, അതായത് ആക്ഷൻ സൂചിപ്പിക്കുന്ന എന്ത് വാക്ക്, ആക്ഷൻ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് നമ്മൾ വേർബ് എന്ന് വിളിക്കുന്നത്. എന്ത് വേർബ് യൂസ് ചെയ്യുന്നോ അത് എൻഡ് ചെയ്യുന്നത് എന്തിലാണെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇപ്പോൾ ഒരു വേർബ് നമുക്ക് കിട്ടി, അത് എൻഡ് ചെയ്യുന്നത് ഈ രണ്ട് ലെറ്റേഴ്സ് CH. ഫോർ എക്സാമ്പിൾ സ്നാച്ച്. സ്നാച്ച് മീൻസ് തട്ടിപ്പറിക്കുക. അല്ലെങ്കിൽ നമ്മൾ മുന്നേ കണ്ട വാച്ച്, അല്ലെങ്കിൽ ക്യാച്ച്. ഇതെല്ലാം എൻഡ് ചെയ്യുന്നത് CHലാണ്, അല്ലേ? ഇങ്ങനെയുള്ള ആക്ഷൻ വേർഡ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേർബ്സ് നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഡസ് ചേർക്കുമ്പോൾ സ്പെല്ലിങ്ങിൽ വരുന്നൊരു സ്പെഷ്യാലിറ്റിയാണ് ഈ ES.
സോ verb that ends in ch എന്നുള്ള 2 ലെറ്റേഴ്സ് കൊണ്ട് എന്ത് ചെയ്യുന്ന ഏത് verb കിട്ടിയാലും അതിൻ്റെ കൂടെ നമ്മൾ does ആഡ് ചെയ്യുന്ന സമയത്ത് അതിന് എക്സ്ട്രാ ഒരു es ആണ് ലാസ്റ്റ് നമ്മൾ സ്പെല്ലിങ്ങിൽ ഇടുക. ഓക്കെ, എഴുതുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. വാച്ചസ്, ക്യാച്ചസ്, സ്നാച്ചസ്. ഓക്കെ, അടുത്ത കണ്ടീഷൻ നോക്കിക്കേ. ഡബിൾ എസ്. ഒരു വേർബ് ഡബിൾ എസ് എന്നുള്ള ലെറ്റേഴ്സിൽ എൻഡ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പാസ്. പാസ് മീൻസ് കൈമാറുക അല്ലേ? ഈ ഒരു വേർബാണ് വരുന്നതെങ്കിലും പാസ് ഡസിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് പാസസ്. ഓക്കെ, ഈ ഒരു es അവിടെ വരും. അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ സ്മാഷ്. സ്മാഷിനകത്ത് 8 ലെറ്റേഴ്സ് എൻഡ് ചെയ്യുന്നത് എസ് കൊണ്ടാണ് എൻഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള എസ് എന്നുള്ള ലെറ്റേഴ്സ് കൊണ്ട് എൻഡ് ചെയ്യുന്ന വേർബ്സിന്റെ കൂടെയും ഡസ് ചേർക്കുന്ന സമയത്ത് es ആണ് വരുന്നത്. എസ് മാത്രം പോരാ. അതുപോലെ എക്സിൽ എൻഡ് ചെയ്യുന്ന വേർബ്സിന്റെ കൂടെയും നമ്മൾ es ആഡ് ചെയ്യണം, ഡസിൻ്റെ കൂടെ നമ്മൾ ചേർക്കുമ്പോൾ. അടുത്തത് ഡബിൾ സെഡ്. ഇവിടെയും നമ്മൾ es വേണം ചേർക്കാൻ. വിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബസിങ് സൗണ്ട് അല്ലേ, ആ സൗണ്ട് ഉണ്ടാക്കി മൂവ് ചെയ്യുന്നതിനാണ് വിസ് എന്ന് പറയുക കേട്ടോ. ഫിക്സ് എന്നിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക അല്ലെങ്കിൽ ശരിയാക്കുക, ഇങ്ങനെയൊക്കെയാണ്. സ്മാഷ് അറിയാലോ, പൊട്ടേറ്റോ ഒക്കെ നമ്മൾ സ്മാഷ് ചെയ്തില്ലേ, നമ്മളിങ്ങനെ ക്രഷ് ചെയ്യില്ലേ, അതിനാണ് സ്മാഷ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള വേർഡ്സ്, അതായത് CH, SS, SH, X, ഡബിൾ സെഡ്, ഇങ്ങനെ ഈ രീതിയിൽ എൻഡ് ചെയ്യുന്ന വേർബ്സിൻ്റെ കൂടെ ഡസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പെല്ലിങ്ങിൽ മാറ്റം വരുത്തേണ്ടത് ശ്രദ്ധിക്കുക. es ആണ് അവിടെ ആഡ് ചെയ്യുക. ഓക്കെ, അതേസമയം ഈ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യാത്ത വേർബ്സ് ലൈക്ക് പ്ലേ, ഡാൻസ്, സിങ്, ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഡസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സ്ട്രാ എസ് മാത്രം ആഡ് ചെയ്യുക. ഓക്കെ, പ്ലേസ്, ഡാൻസസ്, സിങ്സ്, അങ്ങനെ. സോ ഈ ഒരു റൂള് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒരു പരിധി വരെ നമുക്ക് ആ ഒരു സ്പെല്ലിങ്ങിൻ്റെ വേരിയേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊനൗൺസിയേഷനൊക്കെ വേരിയേഷൻ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു കണ്ടീഷൻസ് ഓർത്ത് വെച്ചിരുന്നെങ്കിൽ. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഐ, യു, വി, ദേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലൂറൽ സബ്ജക്റ്റ് എന്തും ആയിക്കോട്ടെ കിട്ടുന്ന സമയത്ത് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അതിൻ്റെ കൂടെ ഡു ആണ് ആഡ് ചെയ്യേണ്ടത്. അതേസമയം ഹീ, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക, നമ്മൾ അതിൻ്റെ കൂടെ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇത് പോസിറ്റീവായിട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ ഡൂം ഡസും അങ്ങനെ തന്നെ എഴുതാതെ വേർബിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി എഴുതുന്നു. നെഗറ്റീവ് സെൻറ്റൻസ് അതില്ല, ചെയ്യാറില്ല, ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്താണ് നമ്മൾ ഡൂം ഡസും ഡോണ്ട് ഡസൻറ്റ് എന്നുള്ള രീതിയിൽ പ്രത്യക്ഷമായിട്ട് എഴുതുന്നത്. ആ ഒരു വ്യത്യാസം ഓർത്തിരിക്കുക. ഇതുപോലെ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇത് മനസ്സിലാക്കാൻ, ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ. ഞാനതുകൊണ്ടാണ് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാമർ കാര്യങ്ങളൊന്നും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാത്തത്. സോ ഇതിൻ്റെ എക്സാമ്പിൾസ് മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അത് ശീലമാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. So keep on practicing examples. Thank you for watching.